അടുത്തതായിട്ട് നമ്മുടെ 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു മൈക്രോ പ്രോസസ്സറിൽ പ്രോഗ്രാമിംഗ് ചെയ്ത് അതിനകത്ത് എക്സിക്യൂഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ കാണിക്കുന്നത് രണ്ട് രജിസ്റ്ററിലെ കണ്ടന്റ് 8085 എങ്ങനെ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആദ്യം എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ MVI A,23 എന്ന ഒരു ഇൻസ്ട്രക്ഷന് ഞാൻ കൊടുക്കുന്നു. അപ്പം MVI A,23 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക A എന്ന ആ രജിസ്റ്ററിലേക്ക് 23 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യാം. അതുപോലെ അടുത്തതായിട്ട് B എന്ന രജിസ്റ്ററിലേക്ക് എനിക്കൊരു 42 എന്ന വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോഡ് കൊടുത്തു MVI B,42. ഇനി എനിക്ക് ഈ എയുടെയും ബിയുടെയും വാല്യൂ എനിക്ക് ആഡ് ചെയ്യണം. അപ്പം 8085ന്റെ കേസിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എ എന്ന രജിസ്റ്റർ അക്യുമുലേറ്റർ രജിസ്റ്റർ ആണ്. അപ്പം ഏത് കണ്ടന്റും അക്യുമുലേറ്ററിലെ കണ്ടന്റും ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഈ കേസിൽ 2 ബിറ്റ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ബി എന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്താൽ മതി. ആഡ് ബി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അക്യുമുലേറ്ററിലെ കണ്ടന്റ് ബി എന്ന ആ രജിസ്റ്ററിലെ കണ്ടന്റും തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ സാധാരണ പേപ്പറിൽ അല്ലെങ്കിൽ നമ്മൾ വെറുതെ കമ്പ്യൂട്ടറിൽ എഴുതി വെക്കുന്ന ഒരു ജസ്റ്റ് ഒരു പ്രോഗ്രാം മാത്രമാണ്. ഇതിനെ എങ്ങനെയാണ് ഒരു മൈക്രോ പ്രോസസ്സർ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിവിടെ കാണിച്ചിരിക്കുന്നത് MVI A എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പറേഷണൽ കോഡ് മൈക്രോ പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. MVI Aക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പറേഷണൽ കോഡ് അതിൻ്റെ മാനുഫാക്ചറർ കൊടുത്തിട്ടുണ്ട്. അപ്പം അവർ കൊടുത്തിരിക്കുന്നത് കോഡ് 3E എന്നുള്ളതാണ്. MVI A എന്ന് പറഞ്ഞാൽ 3E എന്ന ആ ഒരു കോഡ് കണ്ടാൽ ആ മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അക്യുമുലേറ്ററിൽ എയിലേക്ക് 23 എന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ MVI Bയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷണൽ കോഡ് 06 ആണ്. അപ്പോൾ 06 എന്നുള്ള ഒരു ഓപ്പറേഷണൽ കോഡ് കണ്ടു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ 8085 മൈക്രോ പ്രോസസ്സർ അവരുടെ ഡിസൈനിലാണ് കേട്ടോ. ഇപ്പം നമ്മളൊരു മൈക്രോ പ്രോസസ്സർ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഓപ്പറേഷണൽ കോഡ് കൊടുക്കാം. ഇപ്പം ഇന്റൽ കമ്പനി കൊടുത്തിരിക്കുന്നത് അതിനുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് 06 ആണ്. അതുപോലെ ആഡ് ബിയുടെ കേസിലും ഓപ്പറേഷണൽ കോഡ് 80 ആണ്. ഇനി ഇതാണ് ഇതിൻ്റെ ഓപ്പറേഷണൽ കോഡ്. ഇപ്പം നമ്മൾ ഒരിക്കലെങ്കിലും മൈക്രോ പ്രോസസ്സറിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു മെമ്മറി ലൊക്കേഷൻ എടുത്തിട്ട് ആ മെമ്മറി ലൊക്കേഷനിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇപ്പോൾ MVI A,23 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് സെൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നും നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഞാൻ എൻ്റെ പ്രോഗ്രാം 2000 എന്ന മെമ്മറി ലൊക്കേഷൻ തൊട്ട് സ്റ്റോർ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ 2000 എന്ന മെമ്മറി ലൊക്കേഷനിൽ ഞാൻ MVI Aക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷണൽ കോഡായ 3E ഞാൻ സ്റ്റോർ ചെയ്തു. അടുത്തത് 2001 എന്ന മെമ്മറി ലൊക്കേഷനിൽ ഈ 23 എന്ന വാല്യൂ, അതായത് ഏത് വാല്യൂ ആണോ അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് അല്ലെങ്കിൽ A എന്ന രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യേണ്ട ആ വാല്യൂ ഞാൻ മെമ്മറി ലൊക്കേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഞാൻ എൻ്റർ ചെയ്തു. അടുത്ത മെമ്മറി ലൊക്കേഷനായ 2002 എടുത്തിട്ട് അതിലേക്ക് MVI B എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് 06 ഞാൻ എൻ്റർ ചെയ്തു. നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷനിൽ ഏതാണോ കൊടുക്കേണ്ട വാല്യൂ, മൂവ് ചെയ്യേണ്ട വാല്യൂ, ആ വാല്യൂ ഞാൻ എൻ്റർ ചെയ്തു. അടുത്തത് ഏറ്റവും ലാസ്റ്റ് മെമ്മറി ലൊക്കേഷനായിട്ട് 2004 എന്ത് ഓപ്പറേഷൻ ആണോ നടക്കുന്നത്, ഇവിടെ കൊടുക്കുന്ന ആഡ് ബി ആണ്. ആഡ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് 80 ആണ്. ആ 80 എന്ന കോഡ് ഞാൻ എൻ്റർ ചെയ്തു. ഇത്രയാണ് നമ്മൾ കിറ്റിൽ ചെയ്യുന്നത്. അതിനുശേഷം അടുത്തായിട്ട് കൊടുക്കുന്നത് റിസെറ്റ്, അതായത് ആ മൈക്രോ പ്രോസസ്സർ കിറ്റ്
ഞാൻ റിസെറ്റ് ചെയ്തിട്ട് ഗോ എന്നൊരു സ്വിച്ച് ഉണ്ട്, ആ ഒരു കീയിൽ പ്രസ് ചെയ്തിട്ട് ഞാൻ ഏത് മെമ്മറി സ്റ്റാർട്ടിംഗ് മെമ്മറി ലൊക്കേഷൻ, അതായത് ഞാൻ ഏത് മെമ്മറി ലൊക്കേഷനിലാണോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആ മെമ്മറി ലൊക്കേഷൻ്റെ ആ അഡ്രസ്സ് കൊടുക്കും. ഈ കേസിൽ ഞാൻ റിസെറ്റ് കീയെ പ്രസ് ചെയ്യുന്നു, പിന്നെ ഗോ എന്ന കീയിൽ പ്രസ് ചെയ്യുന്നു, പിന്നെ സ്റ്റാർട്ടിംഗ് മെമ്മറി ലൊക്കേഷനായ 2000 എന്ന ആ വാല്യൂ ഞാൻ എൻ്റർ ചെയ്യുന്നു കിറ്റിൽ. അത് കഴിഞ്ഞിട്ട് ആ കിറ്റിൽ ഒരു എക്സിക്യൂട്ട് കീ ഉണ്ട്, ആ കീയിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പോൾ എക്സിക്യൂഷൻ നടന്നു. അപ്പോൾ ഈ കേസിൽ എന്താണ് മൈക്രോ പ്രോസസ്സർ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ ഒരുപാട് നമുക്ക് പ്രോസസ്സറിൻ്റെ ആ ഒരു വർക്കിംഗ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പം മൈക്രോ പ്രോസസ്സർ അതിനകത്തൊരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ഈ 2000 എന്ന മെമ്മറി ലൊക്കേഷനിലെ ഡാറ്റ കൊണ്ടുപോകുന്നു. ആദ്യമായിട്ട് ഈ 2000 എന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് ആണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് എത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ, അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് മെമ്മറി ലൊക്കേഷൻ പ്രോഗ്രാം എവിടെ സ്റ്റാർട്ട് ചെയ്തോ ആ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് ആണ് അക്യുമുലേറ്റർ അഥവാ എ എന്ന രജിസ്റ്ററിൽ എത്തേണ്ടത്. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് മെമ്മറി ലൊക്കേഷന്റെ ആ വാല്യൂ ഏതോ, അതായത് 2000 പ്രോഗ്രാം കൗണ്ടറിലേക്ക് സേവ് ചെയ്യും. പ്രോഗ്രാം കൗണ്ടർ എന്നൊരു രജിസ്റ്റർ മൈക്രോ പ്രോസസ്സറിലുണ്ട്, അതിലേക്ക് സേവ് ചെയ്യും. 8085 കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ 2000 ആയി. ആ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ നേരെ അഡ്രസ് ബേസിലേക്ക് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ അഡ്രസ് ബേസിലെ കണ്ടന്റ് എന്തായി? 2000 ആയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 2000 എന്ന ആ മെമ്മറി ലൊക്കേഷന് എനേബിൾ ആയി. ഇനി ആ 2000ലെ കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? റീഡ് ചെയ്യണം. മൈക്രോ പ്രോസസ്സറിന് അത് റീഡ് ചെയ്യണം, അത് എന്താണെന്ന് അറിയണം. അപ്പോൾ അടുത്തായിട്ട് മൈക്രോ പ്രോസസ്സർ റീഡ് എന്ന സിഗ്നൽ കൺട്രോൾ സിഗ്നൽ കൊടുക്കും. അപ്പോൾ 2000 എന്ന മെമ്മറി ലൊക്കേഷനിൽ എന്ത് കണ്ടന്റ് ഉണ്ടോ ആ കണ്ടന്റ് മൈക്രോ പ്രോസസ്സർ റീഡ് ചെയ്യും. അതായത് നമ്മുടെ മൈക്രോ പ്രോസസ്സറിന്റെ ഡേറ്റാബേസിൽ ഇപ്പോൾ ഏത് കണ്ടന്റ് കിട്ടി? 2000ലെ കണ്ടന്റ് ആയ 3E വന്നു. ഇത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ലൈനാണ് ഈ പ്രോഗ്രാമിന്റെ. ഇത് നേരെ കൊണ്ടുവന്ന് മൈക്രോ പ്രോസസ്സർ അതിന്റെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ കൊണ്ടുവന്ന് കൊടുക്കും. ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ അതിന്റെ ഔട്ട്പുട്ടിൽ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡീകോഡറിന്റെ, നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുള്ള സെയിം ടൈപ്പ് ഒരു ഡീകോഡറിന്റെ ഇൻപുട്ടിലേക്കാണ്. അപ്പോൾ ആ ഡീകോഡറിന്റെ ഇൻപുട്ട് ഏതാണ്? 3E ആണ്. അപ്പോൾ ഈ 3Eക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഡീകോഡറിന്റെ ഒരേ ഒരു ഔട്ട്പുട്ട് മാത്രം എനേബിൾ ആകി ബാക്കിയുള്ള എല്ലാ ഔട്ട്പുട്ടുകളും ഡിസേബിൾ ആകുകയും ചെയ്യും. അപ്പോൾ ഏത് ഔട്ട്പുട്ട് ആയിരിക്കും ഇവിടെ എനേബിൾ ആകുക? നോക്കുക, MVI-Aക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് 3E. അതായത് അക്യുമുലേറ്റർ എ അഥവാ നമ്മുടെ എ എന്ന ആ രജിസ്റ്ററിലേക്ക് ഒരു ഡാറ്റ കോപ്പി ചെയ്യണം എന്നുള്ള കാര്യം മൈക്രോ പ്രോസസ്സറിന് മനസ്സിലായി. അപ്പം ഈ ഒരു കേസിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ എന്ന ആ രജിസ്റ്റർ അക്യുമുലേറ്ററിനകത്തുള്ള നമ്മുടെ മൈക്രോ പ്രോസസ്സറിനകത്തുള്ള എ എന്ന രജിസ്റ്റർ ഒരു ഡാറ്റ റിസീവ് ചെയ്യാൻ ഇപ്പോൾ മൈക്രോ പ്രോസസ്സർ എനേബിൾ കൺട്രോൾ സിഗ്നലൊക്കെ കൊടുത്തു വെച്ച് കഴിഞ്ഞു. അടുത്തതായിട്ട് പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. അപ്പോൾ 2001 ആയി. ഓർക്കുക, പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കൗണ്ടർ ടൈപ്പ് രജിസ്റ്റർ ആണ്. അതിന്റെ കണ്ടന്റ് ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റും, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് അല്ല. അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിന്റെ കണ്ടന്റ് 2000, പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് 2001 ആയി. അപ്പോൾ ഈ 2001 എന്നുള്ള ആ വാല്യൂ പ്രോഗ്രാം കൗണ്ടർ നേരെ അതിന്റെ അഡ്രസ് ബേസിലേക്ക് കൊടുത്തു. അപ്പോൾ അഡ്രസ് ബേസിലെ കണ്ടന്റ് എന്തായി? 2001 ആയി. അപ്പോൾ 2001 എന്ന ആ മെമ്മറി ലൊക്കേഷൻ എനേബിൾ ആയി. അടുത്തതായിട്ട് 2001ലെ കണ്ടന്റ് റീഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് മൈക്രോ പ്രോസസ്സർ അതിന്റെ റീഡ് സിഗ്നൽ എനേബിൾ ചെയ്യുന്നു. അപ്പോൾ 2001ലെ കണ്ടന്റ് റീഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ മൈക്രോ പ്രോസസ്സറിന്റെ ഡേറ്റാബേസിലെ ഇപ്പോഴത്തെ കണ്ടന്റ് എന്ത് വന്നു? 23 വന്നു. ഇനി ആ ഡേറ്റാബേസിൽ വന്നിരിക്കുന്ന ആ കണ്ടന്റിനെ എന്ത് ചെയ്യും മൈക്രോ പ്രോസസ്സർ? തൊട്ട് മുമ്പിലത്തെ കോഡായ ഈ 3E എനേബിൾ ചെയ്യിച്ചെടുത്ത ആ ഒരു സംഭവം ഉണ്ട്. എന്ത് ചെയ്യും? നേരെ ഈ 23 അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് അല്ലെങ്കിൽ രജിസ്റ്റർ എയിലേക്ക് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തു. അപ്പോൾ MVI-A, 23 എന്ന ആ ഒരു ഓപ്പറേഷൻ മൈക്രോ പ്രോസസ്സർ ചെയ്തു.
അതിനുശേഷം അതിന്റെ പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. പ്രോഗ്രാം കൗണ്ടർ കണ്ടന്റ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നു. അപ്പോൾ 2002 ആയി പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ്. ആ കണ്ടന്റ് നേരെ അഡ്രസ് ബസ്സിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഏത് അഡ്രസ് ലൊക്കേഷൻ എനേബിൾ ആയി? 2002 എന്ന ആ ഒരൊറ്റ മെമ്മറി ലൊക്കേഷൻ മാത്രം എനേബിൾ ആയി. അതിനുശേഷം ആ എനേബിൾ ആയിരിക്കുന്ന ആ മെമ്മറി ലൊക്കേഷന്റെ ഡാറ്റ റീഡ് ചെയ്യേണ്ടത് കൊണ്ട് റീഡ് കൺട്രോൾ സിഗ്നൽ കൊടുക്കുന്നു. അപ്പോൾ റീഡ് ചെയ്തു. അപ്പോൾ ഡാറ്റാബേസിലെ കണ്ടന്റ് എന്തായി? 06 ആയി. ഇപ്പൊ മൈക്രോ പ്രോസസർ അറിയാം, ഫസ്റ്റ് ഓപ്പറേഷൻ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് അറിയാം. മൂവ് A, 23 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്ന ഈ വാല്യൂ 06 എന്നുള്ള വാല്യൂ എപ്പോഴും ഒരു ഓപ്പറേഷണൽ കോഡാണെന്ന് അറിയാം. കാരണം ആ ഫസ്റ്റ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എപ്പോഴും കോഡായിട്ടേ എടുക്കുള്ളൂ. അപ്പോൾ 06 എന്നുള്ള ആ വാല്യൂ എടുത്തു. ഓപ്പറേഷണൽ കോഡാണെന്ന് മൈക്രോ പ്രോസസറിന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ 06നെ മൈക്രോ പ്രോസസറിന്റെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കൊണ്ടേ കൊടുക്കും. കാരണം ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ മാത്രമേ ഉള്ളൂ ഓപ്പറേഷണൽ കോഡ് അഥവാ കോഡിനെ എന്ത് ചെയ്യുള്ളൂ? ഡീകോഡ് ചെയ്തെടുക്കാനുള്ള പ്രോസസ്സിംഗ് ചെയ്യുള്ളൂ. അപ്പോൾ 06 ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ വന്നു. ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ അത് എങ്ങോട്ട് ഔട്ട് ചെയ്യും? ഇൻസ്ട്രക്ഷൻ ഡീകോഡർ എന്ന ആ സർക്യൂട്ടിലേക്ക് ഔട്ട് ചെയ്യും. അത് അപ്പോഴെന്താ സംഭവിക്കുക? ആ ഡീകോഡറിന് ഒരുപാട് ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ട്. അതിൽ ഒരേ ഒരു, അതായത് 06ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരൊറ്റ ഔട്ട്പുട്ട് ലൈൻ മാത്രം എനേബിൾ ആകും. അതെന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കും? ഈ MVI B ഓപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കും. എന്ന് പറഞ്ഞാൽ B എന്ന രജിസ്റ്ററിലേക്ക് ഏതോ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യണം എന്നുള്ള ഒരു ഓപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വരും. അതായത് മൈക്രോ പ്രോസസറിന്റെ B എന്ന രജിസ്റ്റർ ഒരു ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡിയാക്കി നിർത്തും മൈക്രോ പ്രോസസർ. അതിനുശേഷം പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നു. അപ്പോൾ 2003 ആയി. അത് അഡ്രസ് ബസ്സിലേക്ക് ഔട്ട് ചെയ്തു. ഇപ്പോൾ 2003 എന്ന മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നു. ആ ആക്സസ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിൽ നിന്ന് 42 ഡാറ്റാബേസ് വഴി നേരത്തെ പറഞ്ഞതുപോലെ എടുത്ത് ഇപ്പോൾ 42 വന്നു. ആ വന്ന ഡാറ്റ എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കും? B എന്ന രജിസ്റ്ററിൽ കൊണ്ടുവന്ന് മൈക്രോ പ്രോസസർ സ്റ്റോർ ചെയ്ത് വെക്കും. ഇത് സാറിന് രജിസ്റ്ററിൽ എങ്ങനെയാണോ ഡാറ്റ ഇപ്പം പാരലൽ ഇൻ ഷിഫ്റ്റ് രജിസ്റ്റർ പോലെ തന്നെ B എന്ന രജിസ്റ്ററിലേക്ക് പാരലായിട്ട് ആ ഡാറ്റ കൊണ്ടുവന്ന് ഷിഫ്റ്റ് ആക്കി ആ വാല്യൂ അവിടെ സ്റ്റോർ ചെയ്തു. അടുത്തതായിട്ട് മൈക്രോ പ്രോസസർ ഇപ്പൊ രണ്ടാമത്തെ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു മൈക്രോ പ്രോസസർ. ഇനിയിപ്പം മൈക്രോ പ്രോസസറിന് അറിയാം അടുത്ത ഡാറ്റ എന്തായിരിക്കും? മെമ്മറി ലൊക്കേഷനിലെ ഡാറ്റ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആയിരിക്കും, ഒരു ഓപ്പറേഷണൽ കോഡ് ആയിരിക്കും എന്നുള്ള കാര്യം മൈക്രോ പ്രോസസറിന് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അടുത്ത മെമ്മറി ലൊക്കേഷന് പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്ത് 2004 വന്ന് പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് ആ കണ്ടന്റ് അഡ്രസ് ബസ്സിലേക്ക് കൊടുത്തു. അപ്പോൾ അഡ്രസ് ബസ്സിലെ കണ്ടന്റ് എന്തായി? 2004 എന്നുള്ളതാണ് അഡ്രസ് ബസ്സിലെ കണ്ടന്റ്. അപ്പോൾ 2004 എന്ന ആ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് ഒരു റീഡ് സിഗ്നൽ കൊടുത്ത് മൈക്രോ പ്രോസസർ ഔട്ട് ചെയ്യുന്നു. അപ്പോൾ മൈക്രോ പ്രോസസർ അത് ഔട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ മൈക്രോ പ്രോസസറിന്റെ ഡാറ്റാബേസിലെ കണ്ടന്റ് എന്തായി? 80. ആ 80 എന്ന വാല്യൂ മൈക്രോ പ്രോസസർ അതിന്റെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മൈക്രോ പ്രോസസറിന് കാര്യം മനസ്സിലായി. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ നേരെ അത് ഡീകോഡറിലേക്ക് കൊടുത്തു. ഡീകോഡർ 80ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് നോക്കി. അപ്പോൾ അതിന്റെ ഡീകോഡറിന്റെ ഒരേ ഒരു ഔട്ട്പുട്ട് എനേബിൾ ആയി കിട്ടി. അതെന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും? ആഡ് B എന്ന് പറഞ്ഞാൽ A എന്ന രജിസ്റ്ററിലെ കണ്ടന്റും B എന്ന രജിസ്റ്ററിലെ കണ്ടന്റും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് എന്ന് മൈക്രോ പ്രോസസറിന് മനസ്സിലാവുകയും മൈക്രോ പ്രോസസർ അതിന്റെ A എന്ന രജിസ്റ്ററിലെ കണ്ടന്റ് എടുക്കുന്നു, അതുപോലെ B എന്ന രജിസ്റ്ററിലെ കണ്ടന്റ് എടുക്കുന്നു. അതിനുശേഷം അത് ഈ A എന്ന രജിസ്റ്ററിലെയും B എന്ന രജിസ്റ്ററിലെയും കണ്ടന്റ് എടുത്തിട്ട് മൈക്രോ പ്രോസസറിന്റെ ALUവിനകത്ത് ആഡർ സർക്യൂട്ട് ഉണ്ട്. നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുണ്ട് ഫുൾ ആഡേഴ്സ് അല്ലെങ്കിൽ ഹാഫ് ആഡേഴ്സ് എന്നൊക്കെ. അപ്പോൾ അതിനകത്ത് മൈക്രോ പ്രോസസറിന്റെ ALUവിനകത്ത് അതേ ടൈപ്പിന് ഒരു സർക്യൂട്ട് ഉണ്ടാവും. ആഡർ സർക്യൂട്ട് ഉണ്ടാവും, ഒരു ഫുൾ ആഡർ സർക്യൂട്ട് ഉണ്ടാവും. ആ ഫുൾ ആഡറിലേക്ക് ആ കൊടുക്കുന്ന രണ്ട് വാല്യൂസിനകത്ത് ഒരു വാല്യൂ അക്യുമുലേറ്ററിലെ A എന്ന രജിസ്റ്ററിലെ വാല്യൂ അഥവാ അക്യുമുലേറ്ററിലെ വാല്യൂ, രണ്ടാമത്തെ വാല്യൂ നമ്മുടെ B എന്ന രജിസ്റ്ററിന്റെ വാല്യൂ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആർഡറിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുക? ഈ രണ്ട് കണ്ടന്റും ആഡ് ചെയ്ത വാല്യൂ ആർഡറിന്റെ ഔട്ട്പുട്ടിൽ വരും.
ആ കിട്ടിയ വാല്യൂ നേരെ കൊണ്ടുവന്ന് 8085ന്റെ കേസിലാണ് കേട്ടോ ഞാനിത് പറയുന്നത്. നേരെ കൊണ്ടുവന്ന് അക്യുമുലേറ്റർ അഥവാ ഈ എ എന്ന ആ രജിസ്റ്ററിലേക്ക് തന്നെ മൈക്രോ പ്രോസസ്സർ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. അതോടുകൂടി ഈ ഒരു പ്രോഗ്രാമിംഗ് കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഈ കേസിൽ ഇപ്പോൾ എന്തായി, അക്യുമുലേറ്റർ എന്ന രജിസ്റ്റർ അഥവാ എ എന്ന രജിസ്റ്ററിലെ കണ്ടന്റ് ഇപ്പോൾ എന്തായി, 23ഉം 42ഉം കൂടെ കൂടിയ 65 എന്ന ഡേറ്റ ഇപ്പോൾ അക്യുമുലേറ്ററിൽ സ്റ്റോർ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു 8085 അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തുക. മൈക്രോ പ്രോസസ്സറിനെ പറ്റിയുള്ള ബേസിക് വർക്കിംഗ് എന്താണ്, അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, അത്യാവശ്യം ബേസിക് ആയിട്ട് എന്തെല്ലാം വേണമെന്നും അതുപോലെ പ്രോഗ്രാമിങ്ങിൽ അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പം ഇതൊരു വലിയൊരു പാടുള്ള സബ്ജക്റ്റ്, ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒന്നുമല്ല, വളരെ കണ്ടിന്യൂറ്റി ഉള്ള ഒരു സബ്ജക്റ്റാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നത്തെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായി എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇല്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.